പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അത് നമ്മുടെ വഴികാട്ടിയാണ്. നമുക്ക് സത്യത്തിന്റെ മാർഗത്തെ തുറന്ന് കാണിച്ചു തരുന്ന, സന്മാർഗത്തിനെ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗൈഡാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ അജണ്ടയും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപുസ്തകവുമാണ് ഖുർആൻ. കേവലം മുസ്ലിമീങ്ങൾക്ക് മാത്രം അനുകരിക്കാവുന്ന ഒരു ഗ്രന്ഥമല്ല. ലോകത്തുള്ള സകലമാന മനുഷ്യർക്കും, മാനവ മക്കൾക്കും, സമസ്ത മണ്ഡലങ്ങളിലെ ജീവികൾക്കും ഒരുപോലെ അനുകരിക്കാവുന്നതും അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കാവുന്നതും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്നതും തുല്യതയില്ലാത്ത, വൈരുദ്ധ്യമില്ലാത്ത ഒരേ ഒരു ഗ്രന്ഥം, ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഗ്രന്ഥം, കാലഘട്ടത്തിന് ഒത്ത് മാറ്റിമറിക്കുന്ന ഗ്രന്ഥമല്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു നിയമങ്ങളാണോ ആ നിയമ പുസ്തകത്തിൽ അള്ളാഹു അച്ചടിച്ചു വെച്ചത്, അതേ നിയമങ്ങൾ തന്നെയായിരിക്കും ഈ ലോകം അവസാനിക്കുന്നത് വരെയും അതിലുണ്ടാവുക. ആ നിയമത്തിൽ നിന്ന് ഗവേഷണം ചെയ്ത് വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ ഉദ്ധരിക്കുകയും പഠിപ്പിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതിന് ഉപയുക്തമായ ഒരു ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ്. അതിനെ കവച്ചു വെക്കാനോ അതിജീവിക്കാനോ ഈ ലോകത്ത് ഇന്നേ വരെ ഒരു ഗ്രന്ഥത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് മുസൽമാൻ മാത്രമല്ല, അവിശ്വാസികൾ പോലും, അമുസ്ലിമീങ്ങൾ പോലും വിശ്വസിക്കുന്ന, പറയുന്ന യാഥാർത്ഥ്യമാണത്. കാരണം ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ കാണാം, കൈകടത്തലുകൾ കാണാം. പരിശുദ്ധമായ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല, കൈകടത്തലുകളില്ല. ജഗത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഘട്ടം ഘട്ടമായി മാനവലോകത്തിന്റെ നേതാവായ ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ മഹത് വചനങ്ങളാണ്. ആ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ആദരിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ പരിചയപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അല്ലാഹു തആല ഇറക്കി തന്ന ഈ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു ഓതിയിരുന്നു എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ അമൂല്യ ശക്തിയും അമാനുഷികതയും എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തികളായ നമ്മുടെ മേൽ അല്ലാഹു ഈ ഖുർആൻ ഇറക്കി എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ലോകം സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തുടങ്ങി വെച്ച ഖുർആൻ ഈ ലോകം അവസാനിക്കാൻ കാരണക്കാരായ നമ്മളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായ ഈ അനുയായികൾക്ക് അവസാനമായി നൽകിയതും ഇതേ ഗ്രന്ഥം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഖുർആൻ സൂറത്തു താഹ, സൂറത്തു യാസീൻ പാരായണം ചെയ്തു. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ഖറഅ താഹ വ യാസീൻ ഖബ്ല അൻ യഖ്ലുഖ അസ്-സമാവാതി വൽ അർദ് ബിഖംസീന അൽഫി സനഹ ഫലമ്മാ സമിഅത്തിൽ മലായിക طوبى لأمة ينزل هذا طوبى لقلوب يحفظ هذا طوبى لألسنة ينطق هذا അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തആല ഖറഅ താഹ യാസീൻ ഖബ്ല അൻ യഖ്ലുഖ അസ്-സമാവാതി വൽ അർദ് ബിഖംസീന
സനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ, സൂറത്ത് താഹ അല്ലാഹു പാരായണം ചെയ്തു. നബിന റസൂലുള്ളാഹി ആകാശഭൂമി ഉണ്ടാകുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പരിചയപ്പെടുത്തിയ ഖുർആൻ നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. നമ്മുടെ സമുദായത്തിന് കിട്ടിയ ഭാഗ്യം. പക്ഷെ നമ്മൾ ഹതഭാഗ്യം, നമുക്ക് ഖുർആനായിട്ട് ബന്ധമില്ല, അത് വിഷയം വേറെ, അതവിടെ കിടക്കട്ടെ. നമുക്ക് അള്ളാഹു ഇറക്കി തന്ന ഗ്രന്ഥാണ് ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്ന 50,000 വർഷം മുമ്പ് അള്ളാഹു ഓതി ഖുർആൻ. എന്നിട്ട് മലക്കുകൾ പറയാണ്, മലാകമാർ ഇത് കേട്ടപ്പോ ഖാലൂ അവർ പറയുകയാണ്, തൂബാ ലിഉമ്മത്തിൻ യസിനു ഹാദാ. ഏതൊരു സമുദായത്തിലാണോ ഈ ആയത്ത് ഇറക്കപ്പെടുന്നത്, ഏതൊരു സമുദായത്തിലേക്കാണോ ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത്, ആ ഖുർആൻ ഇറക്കപ്പെടുന്ന സമുദായം അനുഗ്രഹീതരായ സമുദായമാണ്. അല്ലാഹു അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. മാലാഖമാരായ ഞങ്ങൾ അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേരുകയാണ്. മലക്കുകൾ നമ്മെ ആശംസിപ്പിക്കാൻ, നമ്മൾ സന്തോഷിപ്പിക്കാൻ, നമുക്ക് ആശംസ നൽകുന്നു മലക്കുകൾ. എന്തിന്റെ പേരില? ഖുർആൻ നമ്മുടെ മേൽ ഇറങ്ങി എന്ന ഒരൊറ്റ കാരണത്താൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ആലോചിച്ചു, തീർന്നില്ല. വീണ്ടും പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് മലക്കുകൾ പറയുകയാ, തൂബാ ലിഖുലൂബിൻ യഹ്ഫളു ഹാദാ. ഏതൊരു ഹൃദയമാണോ ഈ ഖുർആൻ മനനം ചെയ്യുന്നത്, ആ ഹൃദയങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. മലക്കുകൾ ഖുർആൻ കാണാൻ പഠിച്ച ഹൃദയങ്ങൾ. ഖുർആൻ പഠിപ്പിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമില്ലല്ലോ. ഇംഗ്ലീഷും മംഗ്ലീഷും ഒക്കെ പഠിപ്പിച്ച് ഖുർആനുമായി ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് മക്കളെ എത്തിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ അല്ല പാപ്പാക്കും ഉമ്മാക്കും സന്തോഷം, പാട്ടും സംഗീതവും ഗാനമേളകളും നൃത്തം ചവിട്ടലും ഒക്കെയാണ്. അവരവസ്ഥയിലേക്ക് മാറിപ്പോയ കൗമം. ഖുർആനായിട്ട് ബന്ധമില്ല. ഖുർആൻ മറ്റുള്ളവർ പഠിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു, നമ്മൾ ഖുർആൻ പഠിച്ച് പഴിച്ചു പോകുന്നു. അതാണ് വ്യത്യാസം. സിനിമാ നടീനടന്മാര്, സാഹിത്യകാരന്മാര്, ഗവേഷകന്മാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, യൂറോപ്യൻ മക്കള് എല്ലാവരും ഖുർആൻ പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരുന്നു. ഇത് ഖുർആൻ നമ്മുടെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ ഖുർആനായിട്ട് ഉത്തരവാദിത്വവും അതിന് വേണ്ടിയുള്ള പക്വതയും ഒന്നും കാണിക്കാൻ നമ്മളെ പഠിച്ചു പോകും. ഇത്രയുള്ള വ്യത്യാസം. അവര് നമ്മളെ വ്യത്യാസം അതാണ്. അല്ലാന്നാരിലും പറയട്ടെ. അപ്പൊ ഖുർആൻ പഠിക്കുന്ന ഹൃദയങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ആരെ? മലക്കുകൾ. എല്ലാവിധ ആശംസകളും മലക്കുകൾ നേരെയാണ്. തീർന്നില്ല. തൂബാ ലിഅൽസിനത്തിൻ യൻതിഖു ഹാദാ. ഏതൊരു നാവാണോ ഈ ഖുർആൻ സംസാരിക്കുന്നത്, ഏത് നാവുകളാണോ ഈ ഖുർആൻ ചർച്ച ചെയ്യുന്നത്, ഏത് നാവുകളാണോ ഈ ഖുർആൻ പ്രഭാഷണം നടത്തുന്നത്, ആ നാവുകൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്നവർക്ക്, ഖുർആൻ ക്ലാസ് എടുക്കുന്നവർക്ക്, ഖുർആൻ പ്രഭാഷണം നടത്തുന്നവർക്ക്, ഖുർആനുമായി ബന്ധം ചർച്ച ചെയ്യുന്നവർക്ക് മലക്കുകൾ പറയാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുകയായി. അവർക്ക് വേണ്ടി എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് നമ്മൾ ദുആ ചെയ്യാണെന്ന് അർത്ഥം. അതുകൊണ്ടല്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്നൽ മലായികത ലയബ്സുതു അജ്നിഹതഹും അലാ തുല്ലാബ് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഖുർആൻ പഠിക്കുന്നവരെ, ഇൽമു പഠിക്കുന്നവരെ, ദീൻ പഠിക്കുന്നവരെ, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ മലക്കുകൾ വിരിപ്പ് വിരിച്ചു തരികയാ. ആ മലക്കുകളുടെ ചിറക് നിങ്ങൾക്ക് വേണ്ടി വിരിച്ചു തരികയാണ്. ഖുർആൻ പഠിക്കുന്ന മക്കളെ, നിങ്ങളുടെ പാദങ്ങൾ പവിത്രമാണ്. അത് ഭൂമിയിൽ നിങ്ങൾ ചവിട്ടരുതേ. അത് ഞങ്ങളുടെ ചിറകിന്റെ മീതെയായിക്കോ. അതിനു വേണ്ടി ഞങ്ങളുടെ ചിറക് നിങ്ങൾക്ക് വിരിച്ചു തരാം. നമുക്ക് വലിയ ചിന്തയുണ്ടോ? മലക്കള് നമുക്ക് വേണ്ടി ഇങ്ങോട്ട് വിരിച്ചു തരികയാണ്. റാഹത്തായിട്ട് നടന്നു. അതിന്റെ മുകളിലൂടെ നടന്നോളിയും ഖുർആൻ പഠിക്കാൻ.
ഖുർആൻ പഠിക്കാൻ പോകാൻ, ഖുർആൻ പഠിക്കുന്നവർക്ക് ഖുർആൻ പഠിക്കുന്ന വഴികളിലേക്ക്, ഇൽമു പഠിക്കുന്നവർക്ക് ഇൽമു പഠിക്കാൻ വഴികൾ തിരഞ്ഞെടുക്കുന്നവരിലേക്ക്. അതിനാണ് അല്ലാഹു തആല മലക്കളെ വിട്ട് ആ മലക്കളുടെ ചിറകിന്റെ മുകളിലൂടെയാണ് നമ്മൾ ചവിട്ടി എഴുതുന്നത്. എല്ലാവരും അറിയുന്നില്ലല്ലോ, ചവിട്ടിട്ട് താഴെ ഒന്നും കാണുന്നില്ലല്ലോ ഉസ്താദ്. നമ്മൾ അന്വേഷിക്കും കല്ലിന്റെ മുകളിലാണല്ലോ ഈ ചവിട്ടുന്നത്. അതുകൊണ്ടല്ല മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൈബിനെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ഈമാൻ എന്താ? അല്ലതിനെ നിനക്കുള്ള സംഭവം ഹദീസും ഖുർആനിലും അള്ളാഹും റസൂലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വിശ്വസിക്കാത്തവൻ ചാത്തൻ. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വിശ്വാസം വേണം. അള്ളാഹു അത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരനെ, ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തു, ഖുർആൻ കാണാൻ പഠിക്കുന്ന മനസ്സിന് വേണ്ടി ദുആ ചെയ്തു, ഖുർആൻ ചർച്ച ചെയ്യുന്ന നാവിന് വേണ്ടി ദുആ ചെയ്തു മലക്കുകൾ. അപ്പൊ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി അല്ലാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ. ഈ ഖുർആന്റെ മഹത്വം നിങ്ങൾക്കറിയോ? ഈ ഖുർആനിന്റെ മഹത്വം വലുതാണ്. കാരണം എന്താണ്? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളോടും ഭൂമികളോടും പർവ്വത സാനുക്കളോടും ഏറ്റെടുക്കാൻ പറ്റുമെന്ന് അല്ലാഹു തആല ചോദിച്ചു. എല്ലാവരും ഒരേ ശ്വാസത്തിൽ മറുപടി പറഞ്ഞു പറ്റൂല. നമുക്ക് ഈ ഖുർആൻ വല്ല വിലയുണ്ടോ? മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ആകാശങ്ങളോട് അല്ലാഹു തആല ഈ ഖുർആൻ ഏൽപ്പിച്ചു, ഭൂമികളോട് ഏൽപ്പിച്ചു, പർവ്വതങ്ങളോട് പറഞ്ഞു ഈ ഖുർആനിന്റെ ഉള്ളിലുള്ള ഈ അമാനത്ത്, ഈ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റോ ചോദിച്ചു അല്ലാഹു തആല. ഇന്നാ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫബൈന يحملنها واشفقن منها وحمل الإنسان إنه كان ظلوما അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളോട് ഈ ഖുർആനിനെ എടുത്തു കാണിച്ചുകൊണ്ട് ഈ അമാനത്തുകൾ, ഇതിന്റെ ഉള്ളടക്കങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹു ചോദിക്കുന്നു ആകാശങ്ങളോട്. നഅറലനാ അലസ് സമാവാതി വൽ അർള്, ഭൂമികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. വൽ ജിബാൽ, ഈ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്ന പർവ്വത സാനുക്കളോട് അല്ലാഹു ചോദിക്കുകയാണ്. ഫഅബൈന യഹ്മിൽനഹാ, ഏറ്റെടുക്കാൻ കഴിയില്ല അല്ലാഹ് എന്ന് അവർ പറയുകയാണ്. വഅശ്ഫഖന മിൻഹാ, വിസമ്മതം അല്ലാഹുവിനോട് അറിയിക്കുകയാണ്. പറ്റൂല, പറ്റില്ല, ഞങ്ങളെ കൊണ്ട് ആകാശത്തിനും പറ്റൂല, ഭൂമിക്കും പറ്റൂല, പർവ്വതങ്ങൾക്കും പറ്റൂല ഖുർആൻ ഏറ്റെടുക്കാൻ. പിന്നെ ആരാ ഏറ്റെടുത്തത്? വഹമലഹൽ ഇൻസാൻ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മുസ്ലിം സമുദായമുണ്ടല്ലോ, ഈ സത്യവിശ്വാസികളുണ്ടല്ലോ, നമ്മളാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന അമാനത്ത് ഏറ്റെടുത്തവർ. ഞാനും നിങ്ങളും ഖുർആൻ ഏറ്റെടുത്തത്. ആരെങ്കിലും ഓതി തീർത്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ മൊത്തം ഖത്ത ഓതിയവരെന്ന് കൈപൊക്കെന്ന് ഞാൻ പറയുന്നില്ല. നാണക്കേട, പൊക്കിക്കണ്ട, വെറുതെ നാണക്കേട. ഖുർആൻ ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഏറ്റെടുക്കാൻ പറ്റാത്ത ഖുർആൻ അള്ളാഹു നമ്മളെ മേലെ ഏൽപ്പിച്ചു. എന്നിട്ട് ചോദിക്കാൻ പറ്റുമെന്ന്. ഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ഏറ്റെടുത്തു. കാരണം പർവ്വതത്തിന് മുകളിൽ ഇറക്കാൻ പറ്റില്ല. ഖുർആന്റെ മഹത്വം മനസ്സിലായി പർവ്വതം പൊളിഞ്ഞു പോകുന്ന അള്ളാഹു പറയാൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ
പരിശുദ്ധമായ ഖുർആൻ ഏതെങ്കിലും പർവ്വത നിരകളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടാൽ അതിന്റെ അടുത്ത ഗാംഭീര്യം മനസ്സിലാക്കിയ പർവ്വതങ്ങൾ ഭസ്മമായി പോകുമായിരുന്നു. നമുക്കെന്ത് വില? വീട്ടിൽ 10 ഖുർആൻ ഇരിപ്പുണ്ട്, 30 ഖുർആൻ ഇരിപ്പുണ്ട്. പള്ളിയിൽ ഖുർആൻ ചെലന്തി വല പിടിച്ചിരിക്കുകയാണ്. ഖുർആൻ പള്ളിയിലിരിക്കുന്ന ഖുർആനിന്റെ അലമാര എന്ന് പറയുന്നത് ചെലന്തി വല കൊണ്ടുള്ള അലമാരയാണ്. തിരിഞ്ഞു നോക്കാൻ ആരുമില്ല, പൊടിയടിച്ചു കളയാൻ പോലും ആരുമില്ല. പള്ളിയാണ്. പള്ളിയുടെ മുസല്ല ഒന്ന് തുടയ്ക്കാനാണല്ലോ, പിന്നെ ഖുർആൻ തുടയ്ക്കാൻ പോലെ സുജൂദ് നാറ്റടിക്കുന്നു. ആളുകളെ മൊത്തം ഈ കാർപ്പറ്റിനകത്ത് കയറി ഇറങ്ങി വെള്ളം തൊട്ട് നനഞ്ഞ് സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് 3 പ്രാവശ്യം പറയാൻ വയ്യ, നാറ്റടിക്കുന്നു. നാറ്റം. പള്ളി കമ്മിറ്റിക്കാരെല്ലാം ശ്രദ്ധിച്ചോ? പള്ളിയുടെ കക്കൂസ്, മൂത്രപ്പര, പള്ളിക്കകം ചെലന്തി വല പിടിച്ച് മൊത്തം കിടക്കുക. എല്ലായിടത്തിനും അവ വല്ലാഹി സത്യം പോക്കുന്ന ആള്. റബ്ബിന്റെ വീടാണ്. ഇവിടെ ഒന്നും വെറുതെ വിടൂല. നമ്മള് വലിയ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കും. എന്റെ പ്രസംഗം ഉണ്ട്, കേട്ടു നോക്കും. ഒന്ന് കേട്ടിട്ട് രാത്രി വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കും പള്ളിയിലത്തെ ഉത്തരവാദിത്തം വഹിക്കണോ വേണ്ടായെന്ന്. നെറ്റിൽ നോക്കിയാൽ മതി. ജമാഅത്ത് ഭരണം ആർക്ക്. ഓരോ പള്ളിയിൽ നമ്മൾ കയറുമ്പോൾ ബാത്റൂം എന്ത് മോശപ്പാ. അത്ര പ്രസംഗിച്ചിട്ട് ഈ കൗമോളി മനസ്സിലാക്കുന്നില്ലല്ലോ. മുനിസിപ്പാലിറ്റിയെക്കാളിലും മോശമല്ലേ? അള്ളാന്റെ മലക്കൾ ഇറങ്ങുന്ന സ്ഥലമല്ലേ, അള്ളാന്റെ വീടല്ലേ. എന്നൊക്കെ അതിനോട് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ അതിനകത്ത് കസേരപ്പുറത്ത് കയറി ഇരിക്കുന്നത്? അള്ളാന്റെ വീടാണ്, അള്ളാന്റെ ഭവനമാണ്. അള്ളാന്റെ ഭവനത്തിന്റെ അഹലുകാരായിരിക്കണം. ഹും അഹ്ലുല്ലാഹ് ഇന്നമാ ഉമ്മാറു മസാജിദില്ലാഹ് ഹും അഹ്ലുല്ലാഹി വഖാസതുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ വാക്കാണ്. അള്ളാഹുവിന്റെ ഭവനം അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്നവർ, ഭരിക്കുന്നവർ, പരിപാലനം എന്ന് പറയും. ഞാൻ പറയൂല, ഭരണം തന്നെയാണ് പരിപാലനം. എന്ത് പരിപാലനം? പള്ളി പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലന സമിതി എന്ന് പറഞ്ഞത് ഉസ്താദന്മാരല്ല പരിപാലിക്കേണ്ടത്. പള്ളി പരിപാലിക്കണം. അടിച്ചു തൂത്ത് വാരി വൃത്തിയാക്കി കക്കൂസ് കഴുകി, മൂത്രപ്പുര കഴുകി, മുസല്ല കഴുകി, പെയിന്റ് അടിച്ച് ചെലന്തി വല, ഇതാണ് പരിപാലനം. അതാണ് എൻ്റെ അർത്ഥം. പരിപാലനം, ഭരണം കണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് പരിപാലന സമിതി എന്ന് ഞാൻ പറയൂല, എങ്ങും ഭരണസമിതിയാണ്, ഭരിക്കലാണ്. ഇതെല്ലാം വന്നല്ലോ, നിങ്ങളെ വിളിച്ചല്ല, മറ്റേക്കാരെ വിളിച്ച അയാളെ കൂടി ഇറങ്ങിയോട്ട് അത് പേടിച്ചു. കാരണം കമ്മറ്റിക്കാർക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുന്നുണ്ടായിരിക്കും. ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ജോലി പോയാലോ എന്ന് ഓർത്തിട്ടേ സംഭവം. അപ്പൊ അതാണ് പറഞ്ഞതല്ല. നമ്മളതുകൊണ്ട് അള്ളാന്റെ വീട് ഭരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഭയങ്കര വാഹത്ത. അവർക്ക് സ്വർഗമാണ്, അർശിന്റെ തണല് കിട്ടും, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടും. കാരണം എന്റെ വീട് നീ അല്ലടാ ഭരിച്ചത്, ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലേ, അൽഹംദുലില്ലാഹ് പൊടിയും പിടിയൊന്നും ഇല്ല, നീ സൂക്ഷിച്ചവനല്ലേ, വാ എന്റെ അടുത്തേക്ക് അള്ളാഹ് കെട്ടിപ്പിടിക്കുവനെ. ഇതെങ്ങനെ കെട്ടിപ്പിടിക്കുന്ന? മുസലാടെ മൊത്തം നാറ്റം മാറുന്നില്ലെന്ന് പറയുന്നത്. കക്കൂസിന്റെ മൊത്തം മഞ്ഞ കളർ പിടിച്ച് കിടക്കാണ്. പിന്നെ ബാത്റൂം, ക്ലോസറ്റും മൂത്രപ്പുരെല്ലാം മഞ്ഞ കളർ. വെള്ള കളറായിട്ട് കൊടുത്തു തരുന്നത് ഉസ്താദെ, അതിപ്പോ മഞ്ഞ കളറായി. എങ്ങനെ പെയിന്റ് അടിച്ചു? ആര് പെയിന്റ് അടിച്ചല്ലേ? മൂത്രം കൊണ്ട് പെയിന്റ് അടിച്ചെല്ലാരും. ഉത്തരവാദിത്തപ്പെട്ട നോക്ക്. ക്ലോസറ്റ് അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് മാറ്റി ഉത്തരവാദിത്തം. ഇനി ആ പള്ളിക്ക് പോയി ഏതെങ്കിലും ടൈൽസ് കച്ചവടക്കാർക്ക് പറഞ്ഞു അസ്സലാമു അലൈക്കും. പിന്നെ അവിടെ ബാത്റൂമിൽ ഇടാൻ ഈ ഡെഡ് സ്റ്റോക്ക് ടൈലും എല്ലാം ഉണ്ടോ? പല കളറായാലും കുഴപ്പമൊന്നുമില്ല, പല കളറായാലും കുഴപ്പമൊന്നുമില്ല. പള്ളിയല്ലേ, അവന്റെ വീട്ടിൽ കൊണ്ടുവിടുവോ? ഈ പല കളർ ടൈൽസുകൾ എടുത്തിട്ട് നമ്മളൊരു വീട് വെക്കുന്നു. നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും മൂത്തൊഴിക്കാനും തൂറാനും വേണ്ടിയിട്ട് ഈ പല കളർ ടൈൽസ് കൊണ്ട് ഇടുവോ? ആരിടുവോ? പള്ളിയല്ലേ, വരുന്നതിനും പോകുന്നതിനൊക്കെ പല പള്ളികളിലും പോയി നമുക്ക് ബാത്റൂമോ പല ടൈലും പല പല കളറിൽ നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനെ എന്താ ഇങ്ങനെ. അപ്പൊ അപ്പോഴാണ് ചിന്തിക്കുന്നത് കടക്കാരൻ ചുമ്മാ ബാക്കി വന്നെല്ലാം കൂടെ കൊടുത്താണ്. പൈസ കൊടുത്ത് നല്ല ടൈല് വാങ്ങാനുള്ള ഗതികേട് അതുപോലെ ഇല്ല, ഉത്തരവാദിത്തമില്ല. അതിനോട് താല്പര്യം. കാരണം അള്ളാന്റെ വീട്ടില്ലേ ഇതിനിപ്പോ കൊടുക്കുന്നവർ ജോലിയൊന്നുമില്ല. കക്കൂസിന്റെ കതവിന്റെ കുറ്റി പോയിട്ട് 9 മാസമായി, ഇതുവരെയ്ക്കോ കുറ്റി മേടിച്ചിട്ട് ആർക്കും തയ്യാറായിട്ടില്ല. 9 മാസമായി കുറ്റി പോയിട്ട്. ബൾബ് കത്തുന്നില്ല. ചെലന്തി വരെ പിടിച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ ബൾബ് കത്തുന്നത്? ബൾബ് എവിടെ? എങ്ങനെ ഇടുകാനകത്ത് പോയിട്ട് കക്കൂസിലോട്ട് എങ്ങനെ? കക്കൂസിനകത്ത് കയറിയ തലയ്ക്ക് മൊത്തം ചെലന്തി വല ഉണ്ട്. അങ്ങ് പൊതിയാണ് നമ്മുടെ. അള്ളാ, തൊപ്പിയില്ലാതെ കയറുന്നവ ഇറങ്ങി വരുമ്പോൾ തൊപ്പി, പുതിയ മോഡൽ 21-ാം നൂറ്റാണ്ടിലെ പുതിയ തൊപ്പി ഇറങ്ങിയവരാണ്. മഹലിന്റെ അവസ്ഥകളാണ്. നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇതൊന്നും. മഹലിന്റെ അവസ്ഥകളാണ്. മുസല്ലകൾ കണ്ടോ? നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാകണം, വസ്ത്രം ശുദ്ധിയാകണം, ശരീരം ശുദ്ധിയാകണം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും, പഠിപ്പിക്കും. കൊണ്ടുപോയിടുന്ന കാർപ്പറ്റ്, കിടക്കുന്ന കാർപ്പറ്റ് പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാറ്റടിക്കുന്ന എല്ലാവരും ഉളവെടുത്ത് ചവിട്ടി തേച്ച് വന്ന വെള്ളം കൊണ്ട് ഒന്ന് ഉണക്കാനോ കഴുകാനോ ശുദ്ധിയാക്കാനോ വൃത്തിയാക്കാനോ ഗൾഫിൽ പോയി നോക്കുന്നത്. എന്ത് രാഹത്താണ്. അറബികളൊക്കെ പൈസ പള്ളിക്ക് വേണ്ടി ചെലവാക്കും. നല്ല മുസല്ല, നല്ല കാർപ്പറ്റ്. റമദാൻ ആവുമ്പോ ടക് ടക് ടക്കാന്ന് അവര് മാറ്റും. അത് അവർക്ക് പണം
ചുമ്മാ കിട്ടുന്നല്ല, എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതാണ്. നമുക്കും അങ്ങനെ നോക്കിയാൽ നടക്കാത്ത കാര്യം എന്ത്? നമ്മൾ നിസ്കരിക്കുന്ന പള്ളി എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ റാഹത്തായിട്ട് വർഷങ്ങളായിട്ട് മാറ്റാം. പെയിന്റ് അടിക്കാം, ചെലന്തി വല അടിച്ചു മാറ്റാം. അള്ളാന്റെ വീടല്ലേ, ആര് കാണാനാ? വാ അങ്ങ് വാ, അല്ല പറയാ നീ വാടാ, നിന്നെ എല്ലാം ഞാൻ പിടിക്കാം, വാ അങ്ങ് വാ, ഞാൻ പിടിച്ചോളാം, ഇവിടെ നീ എന്തോ ആയിക്കോ, അങ്ങ് വാ. താക്കോലുമായിട്ട് ഓടി പോണമല്ല കേട്ടോ, സൂക്ഷിച്ചോണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ സ്നേഹിച്ച് അവനെ ഇഷ്ടപ്പെട്ട് പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ ഇടി ഉറപ്പാ, സൂക്ഷിച്ചോ. വെറുതെ കളിയല്ല, അള്ളാന്റെ വീടാണ്. സ്വന്തം വീടിന്റെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയാൽ നാളെ അള്ള നോക്കും. നമ്മുടെ വീടിന്റെ, സ്വന്തം വീടിന്റെ, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം, അള്ളാന്റെ വീടിന്റെ കാര്യം പറയണം. സ്വന്തം വീട്, നമ്മുടെ പുറയിലെ കാര്യം, നമ്മുടെ വീട്ടിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ, കുടുംബജീവിതത്തിൽ വീഴ്ച വരുത്തിയാൽ നാളെ അള്ളാന്റെ അടുക്കൽ നമുക്ക് അതിന്റെ ശിക്ഷയുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയുടെ കാര്യം പറയണോ? വേണ്ട. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആൻ മലയുടെ മുകളിൽ ഇറക്കിയാൽ മല പൊളിഞ്ഞു പോകും. ഭൂമി ഏറ്റെടുത്തില്ല, ആകാശം ഏറ്റെടുത്തില്ല, മനുഷ്യൻ ഇത് ഏറ്റെടുത്തിട്ട് മനുഷ്യൻ അത് നല്ല നിലയിൽ അതുമായി നടക്കണം. അതാണ് അള്ളാഹ് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന് ഹിദായത്തിന്റെ വഴി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ്. ലോക ഹിദായത്തിന് 3 വഴികളേ ഉള്ളൂ. മനസ്സിലാക്കിക്കോ. ഹിദായത്ത് കിട്ടാൻ 3 വഴികളേ ഉള്ളൂ. ഒന്ന് പരിശുദ്ധമായ കഅബ. കഅബ ഹിദായത്തിന് വഴിയാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇന്ന അവ്വല ബൈതിൻ വൂദിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദാ മുബാറകൻ വഹുദൻ ലിൽആലമീൻ. പരിശുദ്ധമായ കഅബ ശരീഫിനെ കുറിച്ച് അല്ലാഹു അവന്റെ ഖുർആനിൽ പരിചയപ്പെടുത്തി തരികയാണ്. ആദ്യമായി ഭൂമിയിൽ അവന് വേണ്ടി സ്തുതിക്കാൻ, അവനെ സ്തുതിക്കപ്പെടാൻ പരിശുദ്ധമായ കഅബ ശരീഫിനെ അല്ലാഹു പരിചയപ്പെടുത്തിയെങ്കിൽ ആ കഅബ ശരീഫ് ഹിദായത്തിന്റെ ഗേഹമാണ്. ഹിദായത്ത് കിട്ടാനുള്ള വഴിയാണ് കഅബ. അല്ലാഹു പറഞ്ഞു വാക്കല്ലേ, وُضِعَ لِلنَّاسِ الَّذِي بِبَكَّةَ مُبَارَكًا وَهُدًى. ബർക്കത്ത് വേണമോ, ഹിദായത്ത് വേണമോ? ആർക്കാണ്? കേരള സംസ്ഥാനത്തിന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന് മാത്രമല്ല, ലിൽആലമീൻ. ലോകമേ നിങ്ങൾ അനുഗ്രഹീതരാകണോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകണോ, നിങ്ങൾ സദ്ഗുണ സമ്പന്നരാകണോ, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തെ തിരഞ്ഞെടുക്കണോ, കഅബാലയത്തെ പിൻപറ്റണമേ, ആ കഅബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണമേ. ഹിദായത്തിട്ടുള്ള വഴി അതാണ് കഅബ. കണ്ടല്ലേ അങ്ങോട്ട് പോകുന്ന എല്ലാവരും? നമ്മളങ്ങോട്ട് പോകുന്നതിന്, കഅബയിലേക്ക് പോകുന്നതിനുള്ളൂ. നമ്മുടെ മനസ്സൊന്ന് ആർദ്രതയാക്കി എടുക്കാൻ, മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ മനസ്സുകളെ മാലിന്യമുക്തമാക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം കഅബ. ഹിദായത്ത് കിട്ടാനുള്ള വഴി കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അനാവശ്യമായി പ്രചരിപ്പിക്കുകയും സിനിമ ഉണ്ടാക്കുകയും ചെയ്ത സംവിധായകരടക്കം ആ കഅബയിൽ വന്ന് ഹിദായത്തിന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഹിദായത്ത് കിട്ടി. കഅബാലയത്തിൽ വന്നു, കഅബ ശരീഫിൽ വന്നു, അല്ലാഹു ഹിദായത്ത് കൊടുത്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, OBC മുസ്ലിമോ നമ്മൾ ഇന്നലെയും കഅബയിൽ പോയിട്ടില്ല. പാശ്ചാത്യ മക്കളൊക്കെ കഅബയിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഞങ്ങളുടെ വിവരമില്ലായ്മയുടെ പേരിൽ ഞങ്ങൾ അനാവശ്യവും അശ്ലീലതയുമായി ബന്ധപ്പെട്ട് അല്ലാഹു നീ മാപ്പാക്കണേ, അല്ലാഹു നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കഅബ ശരീഫിലേക്ക് അവർ വന്നു, കഅബാലയത്തിലേക്ക് അവർ കടന്നു വന്നു. നമുക്കതോട്ട് എന്താ ബന്ധം? നമുക്ക് ബന്ധമുണ്ട്. പണം കിട്ടുമ്പം പോയിട്ട് സെൽഫി എടുക്കും. ഉംറയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് സെൽഫി എടുക്കും. അവിടെ പോയിരുന്നോണ്ട് കഅബയെ കെട്ടിപ്പിടിച്ചിട്ടൊരു സെൽഫി, ഉമ്മമ്മാടെ സെൽഫി കഅബയ്ക്ക് അവിടെ പോയിരുന്നോണ്ട്.
കിളവനും കിളവിയൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് അങ്ങനെ ദ്വാരന് അവിടെങ്കിലും മരിപ്പിക്കാറില്ല. ഇവണ് മരിപ്പിക്കാൻ ദ്വാരക്കുന്നതിന് പറയാം. അവിടെ പോയതിന്റെ കായബയുടെ കില്ലാൻ പിടിച്ചിട്ട് പോയിട്ട് സെൽഫി എടുത്ത് അയച്ചു കൊടുക്കണം മക്കൾക്കും മരുമക്കൾക്കും. പല്ലില്ല, പഞ്ഞിയ വെച്ചേക്കുന്ന വായിക്കാത്ത അയാൾ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നു. അള്ളാഹും അവന്റെ റസൂലും നിരോധിച്ചത്. അതിനാണ് പോകുന്നത്. അതിനാണ് നമ്മൾ കാബ ഉപയോഗിക്കുന്നത്. പരിശുദ്ധമായ കാബയെ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ്. അള്ളാഹുവിനും റസൂലിനും വേണ്ടിയാണെങ്കിൽ അവൻ നിരോധിച്ച വസ്തുക്കൾ അവിടെ കൊണ്ടുപോയി നമ്മളെടുത്ത് അത് ആളുകളെ കാണിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി അല്ല നമ്മുടെ ഉംറ, അതിനുവേണ്ടി അല്ല നമ്മുടെ ഹജ്ജ്, അതിനുവേണ്ടി അല്ല നമ്മുടെ തവാഫ്, അതിനുവേണ്ടി അല്ല നമ്മുടെ സഅയ്, അതിനുവേണ്ടി അല്ല നമ്മുടെ ഇസ്തിലാം. അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അവന്റെ റസൂലിന് വേണ്ടിയാണ്. എന്തിനാണ് കൈകെട്ടി നമ്മൾ ദുആ ചെയ്യുന്നത് നിസ്കാരത്തില്? എന്ത് ദുആയാ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനോട് നമ്മൾ വഞ്ചനയല്ലേ കാണിക്കുന്നത് സഹോദരാ? 17 പ്രാവശ്യം കൈകെട്ടി കിബില കൊള്ളേ നിന്ന് അള്ളാഹുവിനോട് പറയുന്ന വാക്കെന്താ? അള്ളാഹുവേ, എന്റെ നമസ്കാരം, എന്റെ ഹജ്ജ്, എന്റെ ഉംറ, എന്റെ തവാഫ്, എന്റെ സഅയ്, എന്റെ ബലികർമ്മം അള്ളാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. പടച്ചവനെ, എന്റെ നനക്കം, എന്റെ അടക്കം, എന്റെ ഒതുക്കം, എന്റെ നടത്തം, എന്റെ സകലമാന ശൈലികളും അള്ളാഹുവേ നിനക്ക് മാത്രമാണ്. ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഒരു കാരണവശാലും നിനക്കുള്ള ഇബാദത്തിൽ ഞാൻ പങ്കുകാരെ ചേർക്കുകയില്ല. അല്ലാഹ് അടുത്ത് പൊളി വാക്ക് പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ പങ്കുകാരുമായിട്ടുള്ള കളിയാണ്. അല്ലാഹ് അടുത്ത് പറയുന്നത് കള്ളത്തരാണ്. കള്ളവാക്കല്ല നമ്മൾ പറയുന്നത്. ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ. മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടിയാണോ നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഹജ്ജിന് പോകുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ ഉംറയ്ക്ക് പോകുന്നത്? ഉംറയുടെ ഇഹ്റാമിന്റെ തുണി കെട്ടും അല്ലാഹ് നിനക്ക് വേണ്ടി ഇഹ്റാം കെട്ടിയല്ല, നിനക്ക് വേണ്ടി ഞാൻ നിയത്ത് ചെയ്തല്ല, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് കഅബയെ കഴുകുന്നതിന് പകരം അവിടെ പോയിട്ട് അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ച ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. എന്റെ അർത്ഥമേ ഡിലീറ്റ് ആയി പോയി, നിന്റെ എല്ലാം പോയി, ഖലാസ്, അൺഫിറ്റ് എഴുതി തള്ളി അള്ളാഹ്. അപ്പൊ പിന്നെ തങ്ങളെടുക്കുന്നില്ല, മൊയ്ലിയാരെടുക്കുന്നില്ല, ഇതൊന്നും ദീനല്ല. തങ്ങളെടുക്കുന്നു, മൊയ്ലിയാരെടുക്കുന്നു, അവരെടുക്കുന്നു. ദീൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിലേക്ക് നോക്കാൻ അള്ളാഹുവും പറഞ്ഞത്. തങ്ങളിലേക്കോ മൊയ്ലിയാരിലേക്കോ അവരൊക്കെ മനുഷ്യന്മാരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകനാണ്. പാപത്തിൽ നിന്ന് ഒഴിവാവുകയും അള്ളാഹുവിന്റെ അതേ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന പ്രവാചകനാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അങ്ങോട്ട് നോക്കുന്നു, പ്രവാചകനിലേക്ക്. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമ്മൾ ഉപദേശിക്കുമ്പോൾ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ വിടണം. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ. നമുക്ക് വ്യക്തമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക എന്നുള്ള ഉത്തരവാദിത്തമല്ല നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ബാധ്യത നമ്മുടെ മേലില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാം. അടിച്ചേൽപ്പിക്കണം, ചെയ്യണം. ഇപ്പൊ കഴിച്ചോളൂടാ, ഇതൊന്നും ഇസ്ലാമിലില്ല. അടിച്ചേൽപ്പിട്ടോ, ഉപദേശിക്കുക, ജനങ്ങൾക്ക് ഉപദേശിക്കുക. ആ ഉപദേശം സത്യവിശ്വാസികളാണെങ്കിൽ അവർ സ്വീകരിച്ചോളട്ടെ, ഇല്ലെങ്കിൽ പോയിക്കൊള്ളട്ടെ. അത്രയുള്ള എൻ്റെ അർത്ഥം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന വാക്കുകളാണ്. ആരാണ് ഈ ഖുർആനെ പൂർണ്ണമായി? ഖുർആൻ കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ഹിദായത്താണ്. ആ ഹിദായത്തിന്റെ വഴി എന്ന് പറയും പരിശുദ്ധമായ കഅബ കൊണ്ട് നമുക്ക് ഹിദായത്ത് കിട്ടണം. ആ കഅബാലയത്തിൽ പോയിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ ചെയ്യരുത്. അപ്പൊ ഹിദായത്ത് കിട്ടാനുള്ള 3 വഴിയിൽ ഒന്ന് കഅബ, അല്ലാഹ് പറഞ്ഞ വാക്കാണ്. 2 നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തെല്ലാം മറക്കണ്ട കേട്ടോ. ഇത്രയൊക്കെ പഠിപ്പിച്ചു തന്ന നബി തങ്ങളുടെ മേലൊരു സലാത്ത് ചൊല്ലുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടമൊന്നുമില്ല. ചൊല്ലാതിരിക്കലും പിശുക്ക് തന്നെയാണ്. പതുക്കിയാലും ഉറക്കിയാലും ചൊല്ലിയാൽ മതി. ഉണർത്തേണ്ട കാര്യം മുഅ്മിനീങ്ങളുടെ മേൽ ഉണർത്തേണ്ട കാര്യമൊന്നുമില്ല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റസൂലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സലാത്ത് ചൊല്ലണം. മിണ്ടാതിരിക്കുന്ന ഫിസിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ രണ്ടാമത് ഹിദായത്ത് കിട്ടാനുള്ള വഴി എന്താ? രണ്ടാമത് ഹിദായത്ത് കിട്ടാനുള്ള വഴി എന്താ? വഇന്നക ലതഹദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആദരവായ റസൂലുള്ളാഹി തങ്ങളാ രണ്ടാമത്
ഹിദായത്ത് കിട്ടാനുള്ള മാർഗം. അതുകൊണ്ടാണ് നബിയേ അങ്ങ് ഹിദായത്തിന്റെ വഴികളിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നതെന്ന് ഖുർആൻ. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം. അങ്ങ് ഹിദായത്തിന്റെ വഴികളിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് നബിയെ. അപ്പൊ ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്താണ്? നബിയുനാ റസൂലുള്ളാഹി ഹാദിയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹാദിയാൻ, ഹിദായത്ത് കാണിച്ചിരുന്ന വ്യക്തിയാണ്. നമ്മുടെ ഗുരുനാഥനാണ്, അധ്യാപകനാണ്, ഹാദിയാൻ. 3 ഹിദായത്ത് കിട്ടാനുള്ള വഴി ഖുർആൻ. ആണ് നമ്മുടെ വിഷയം. ഹിദായത്ത് കിട്ടാനുള്ള മൂന്നാമത്തെ വഴി ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന الصالحات وأن لهم أجرا كبيرا. പരിശുദ്ധമായ ഈ ഖുർആൻ, പരിശുദ്ധമായ ഈ ഖുർആൻ യഹ്ദീ, അത് ഹിദായത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ഏത് സമുദായത്തിനാ നന്മയും സൽപന്ഥാവും സത്സരണിയും ആഗ്രഹിക്കുന്ന മക്കളാരാണോ ആ സൃഷ്ടികളെ ആ വഴികളിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ ഖുർആൻ. ഹിദായത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഖുർആനാണ്, വേറെ വഴിയല്ല. അല്ലാഹു പറഞ്ഞ വാക്കല്ല. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു ഖുർആൻ. ഖുർആനിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചവരാരാണോ അവർക്ക് സത്യവിശ്വാസികൾ എന്ന് പറയപ്പെടും. ആ സത്യവിശ്വാസികളുടെ കർമ്മം എന്താണ്? മുഅ്മിൻ എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞ് തോളിൽ തോർത്തിട്ട് നടക്കില്ലയോ? നമ്മളെ കൊല്ലി മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞാനാ മുഅ്മിൻ അല്ല മുഅ്മിനാന്ന് പേരും വിറ്റുകൊണ്ട് പെണ്ണുങ്ങൾ നടപ്പുണ്ട്. ഞാനാ മുഅ്മിനാന്നൊക്കെ പറഞ്ഞിട്ട്